കൊല്ലം MLA M. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ ഇടതുമുന്നണിയിൽ വ്യത്യസ്ത നിലപാടുമായി ഘടകകക്ഷികൾ. മുകേഷ് രാജിവെക്കണമെന്ന് CPI-യും NCP-യും ആവശ്യപ്പെട്ടപ്പോൾ മറ്റ് ഘടകകക്ഷികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. EP ജയരാജന്റെ നിലപാടാണ് മുന്നണിയുടെ നിലപാടെന്ന് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കിയത് ഘടകകക്ഷികൾക്കുള്ള മുന്നറിയിപ്പായി മാറുകയും ചെയ്തു. അതേസമയം CPI-യിലും CPI-യിലും മുകേഷ് വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉയരുകയാണ്. ആദ്യം റിപ്പോർട്ട് കാണാം. CPI-എമ്മിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഘടകകക്ഷികൾ സാധാരണ ഇടപെടാറില്ല. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നിലവിലെ സ്ഥിതി. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് CPI-യും NCP-യും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. M. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. മുകേഷ് MLA ആയി തുടരുന്നത് മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കുമെന്നാണ് CPI-യുടെ വിലയിരുത്തൽ. രാജിവെക്കാൻ മുകേഷിനോട് ആവശ്യപ്പെടണമെന്ന് ചൂണ്ടിക്കാട്ടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. M. മുകേഷ് MLA-ക്കെതിരായ ലൈംഗിക ആരോപണം സർക്കാരിനും മുന്നണിക്കും നാണക്കേടുണ്ടാക്കിയെന്ന മന്ത്രി ജെ ചിഞ്ചുറാണി 24-നോട് പറഞ്ഞു. കുറച്ചൊക്കെ പ്രതിസന്ധി വരുമെന്നുള്ളത് ശരിയാണ്. തെറ്റാര് ചെയ്താലും അവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ ഇന്ന് കേരളത്തിലുണ്ട്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും ആവശ്യപ്പെട്ടു. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിയണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി ലഭിക്കാൻ കാത്തിരിക്കുകയല്ല വേണ്ടത്. ആ കമ്മീഷന്റെ ഫാക്ട് ഫൈൻഡിങ് അത് സീരിയസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. അതെന്ത് വേണം, അതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പരാതി പറയട്ടെ എന്ന് പറയുന്നത് ശരിയല്ല. ഒരാൾ ഇനിയും ഒന്ന് പരാതി പറഞ്ഞാലേ കേസെടുക്കുള്ളൂ എന്ന് സാംസ്കാരിക മന്ത്രി പറഞ്ഞു, പല CPM നേതാക്കന്മാരും പറഞ്ഞു. അത് തെറ്റാണ്. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ CPI-എമ്മിലും CPI-യിലും വ്യത്യസ്ത നിലപാടുകൾ ഉയർന്നിട്ടുണ്ട്. CPI-എം കേന്ദ്ര നേതൃത്വത്തിലെ മുതിർന്ന വനിതാ നേതാക്കൾ മുകേഷിന്റെ രാജി പരസ്യമായി ആവശ്യപ്പെട്ടു. That many women in the film industry elsewhere had also talked about sexual harassment, but no other government took it seriously. In the report, they say very clearly that we are not recommending action against anybody. മുകേഷ് രാജിവെക്കുന്നതാണ് ഉചിതമെന്ന നിലപാടെടുത്ത CPI സംസ്ഥാന ഘടകം പക്ഷേ ഇക്കാര്യം ആദ്യം ആവശ്യപ്പെട്ട ദേശീയ നേതാവ് ആനി രാജയെ തള്ളുകയാണ്. ആനി രാജ NFIW നേതാവാണ്. അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ്, അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോധ്യമുള്ള അടിസ്ഥാന പാഠങ്ങളാണ്. CPI-യും NCP-യും മുകേഷിന്റെ രാജി ആവശ്യപ്പെടുമ്പോഴും മറ്റ് ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇതിൽ അനാവശ്യമായി ഇടപെടേണ്ടെന്ന നിലപാടിലാണ് മറ്റുള്ളവർ. CPI-എമ്മിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഘടകകക്ഷികൾ ഇടപെടുന്നതിൽ CPI-എം നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. കോൺഗ്രസിലും സമാന ആരോപണം നേരിടുന്നവരുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മുകേഷിനെ സംരക്ഷിക്കാൻ CPI-എം നേതൃത്വം തയ്യാറാകരുതെന്നാണ് ഇടതു സഹയാത്രികരുടെ ആവശ്യം. ഇത് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇടതുമുന്നണിയിൽ ഒരു പ്രശ്നമായി മാറാതെ ഈ വിഷയം പരിഹരിക്കാനാണ് CPI-എം നീക്കം. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.